ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എ സി വോൾട്ടേജിനെ ജനറേറ്ററിനെ പറ്റിയാണ്. എ സി ജനറേറ്ററിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യും. എ സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ, എ സി ജനറേറ്റർ എങ്ങനെയാണ് എ സിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ എ സി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡിറൈവ് ചെയ്യും. ഓക്കെ, സോ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ്, സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തായിരിക്കും ഈ ഒരു ടോപ്പിക്ക് എടുക്കുന്നത്. ഓക്കെ, എ സി വോൾട്ടേജിനെ ജനറേറ്റർ. എന്താണ് എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ് എ സി ജനറേറ്റർ? എ സി ജനറേറ്റർ എന്ന് വെച്ചാൽ എന്താണ്? എ സി ജനറേറ്റർ അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് ഓൾട്ടർനേറ്റർ, വർക്ക്സ് ഓൺ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മക്കളെ, ഒരു എ സി ജനറേറ്ററിൽ ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. എന്താണ്? ഫീൽഡ് മാഗ്നറ്റ് ആണ്. സോ ഇത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇത് നോർത്ത് ഫീൽഡാണ്, ഇത് സൗത്ത് പോളാണ്. നോർത്ത് പോളുണ്ട്, സൗത്ത് പോളും ഉണ്ട്. പിന്നീടാണെങ്കിലുള്ളത് ഒരു കോയിലാണ്. കണ്ടോ, ഇതൊരു കോയിലാണ്. ഞാനിതിനെ വിളിക്കുന്ന പേരാണ് ആർമേച്ചർ. ആർമേച്ചർ, ഇത് കോയിലാണ്. ഈ ആർമേച്ചർ എന്നുള്ള കറണ്ട് ആണെങ്കിൽ പുറത്തെടുക്കാനായിട്ട് ഇവിടെയാണെങ്കിൽ ഒരു കമ്മ്യൂട്ടേറ്റർ ഉണ്ട്. ഇവിടുത്തെ കമ്മ്യൂട്ടേറ്റർ ആണ് സ്ലിപ്പ് റിംഗ്. ഇതാണ് സ്ലിപ്പ് റിംഗ്. 2 റിംഗ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ബ്രഷ് ഉണ്ട്, ഗ്രാഫൈറ്റ് ബ്രഷ് ഉണ്ട്, അഥവാ കാർബൺ ബ്രഷ് ഉണ്ട്. ഇനിയാണെങ്കിൽ ഇത് വയറാണ്, ഇത് വയറാണ്, ഇത് നമ്മുടെ ലോഡാണ്, അതായത് നമ്മുടെ എക്യുപ്മെൻറ്റ്. സോ എക്യുപ്മെൻറ്റ് ചെയ്യും, കറണ്ടിനെ വലിച്ചെടുത്ത് പ്രവർത്തിക്കും. ഇവിടെയാണെങ്കിൽ ആര് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട്? നമ്മളുടെ ഈ ഒരു ആർമേച്ചർ കടന്ന് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട്. ഇതാണ് ആർമേച്ചർ. ഇത് ഫീൽഡ് മാഗ്നറ്റ്. ഫീൽഡ് മാഗ്നറ്റ്. ഇതാണ് സ്ലിപ്പ് റിംഗ്. റിംഗ്സ് 2 സ്ലിപ്പ് റിംഗ് ഉണ്ട്. ഇത് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷ് ആണ്. ഇത് ലോഡാണ്, ലോഡ്. ഓക്കെ, ഇതാണ് ഒരു എ സി ജനറേറ്ററിൻ്റെ മെയിൻ പാർട്ട്. ഇതൊക്കെയാണ്. ഒരു ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ എന്തുണ്ട് മക്കളെ? മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുന്നുണ്ട്. നോർത്തും സൗത്തിലേക്ക് എന്ത് പോകുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഓക്കെ ആണേ. ഇവിടെയാണെങ്കിൽ ഈ കോയിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്സ് മുറിയും. സോ കോയിൽ എന്ത് ചെയ്യും? ഇവിടെ ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ ആര് കിടന്ന് കറങ്ങും? നമ്മുടെ കോയിൽ കിടന്ന് കറങ്ങും, ആർമേച്ചർ കിടന്ന് കറങ്ങും. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ കറങ്ങാൻ ആവശ്യമായ എനർജി എവിടെ നിന്ന് കിട്ടും? ഫോർ എക്സാമ്പിൾ, ചിലപ്പം ഈ ടർബൈൻ, വാട്ടർ ടർബൈനിലായിരിക്കും വെള്ളം വന്ന് വീഴുന്നതിൻ്റെ ഫലമായിട്ട് വാട്ടർ ടർബൈൻ ജലചക്രം കറങ്ങും. ആ കറക്കമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഞ്ചിനാണെങ്കിൽ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട്, പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എഞ്ചിൻ കറങ്ങും. ആ എഞ്ചിൻ്റെ കറക്കം മൂലം എന്ത് ചെയ്യും? ആര് കറങ്ങും? നമ്മുടെ ഈ ആർമേച്ചർ കോയിൽ കറങ്ങും. ഇത് കണ്ടക്ടറാണ്. കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കിടന്ന് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഇത് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ മുറിക്കുകയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും? EMF പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഈ EMF പുറത്തെടുക്കാനായിട്ട് നമുക്കാണെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്. അത് സ്ലിപ്പ് റിങ്ങുകളും അതുപോലെ ബ്രഷും ഉണ്ട്. അപ്പോൾ റിങ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ആർമേച്ചർ കിടന്ന് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് റിങ് കറങ്ങിക്കൊണ്ടിരിക്കും. ബ്രഷ് ആണെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? റിങ് ആണെങ്കിൽ ബ്രഷിലൂടെ ഇങ്ങനെ ഉരഞ്ഞ് പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ സ്റ്റേഷനറി ആയ ബ്രഷിനകത്താണെങ്കിൽ കറണ്ട് എത്തുകയും അതെന്ത് ചെയ്യും? ലോഡിലേക്ക് കൈമാറുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ആര് വർക്ക് ചെയ്യുന്നത്? എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. സോ എന്തിൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്? ഫാരഡേയുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ആര് വർക്ക് ചെയ്യണത്? എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? വെൻ എ കോയിൽ റൊട്ടേറ്റ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്? നമ്മുടെ കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ചേഞ്ചസ്. കോയിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ആൻഡ് ആൻ EMF ഓർ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ്. ഇതിനകത്ത് എന്ത് ചെയ്യും? ഒരു EMF അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ആകും. ഈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? പുറത്തെടുക്കും. ഓക്കെ ആണോ? ഇങ്ങനെയാണ് ആര് വർക്ക് ചെയ്യുന്നത്? ഒരു എ സി ജനറേറ്റർ വർക്ക് ചെയ്യുന്നത്.
ഇനിയാണെങ്കിൽ ഈ എ സി ജനറേറ്ററിൽ ഉണ്ടായ ഇ എം എഫിൻ്റെ വാല്യൂ നമുക്കറിയാം, ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി ആണ്. ഇനി എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് ആണ്. സോ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു എൻ നമ്പർ ഓഫ് ടേൺസ് എന്ന് കരുതുക, എൻ ബി എ ആണ്. ശരിയാണോ? ബി ഡോട്ട് എ ആണ്. അങ്ങനെ പറയാം, ബി ഡോട്ട് എ ആണ്. കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ബി ഡോട്ട് എ എന്ന് പറയേണ്ടി വരും. സോ എൻ ഇൻറ്റു ബി ഡോട്ട് എ ആണ്. സോ ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം, എൻ ബി ഡോട്ട് എന്ന് പറഞ്ഞാൽ ബി എ കോസ് തീറ്റയാണ്. നമുക്കറിയാം തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒമേഗ ടി ആണ്. സോ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ബി എ കോസ് ഒമേഗ ടി ആണ്. ഇതാണ് ആരെന്ന് പറയണത്? ഫ്ലെക്സിൻ്റെ വാല്യൂ. സോ ഫ്ലെക്സിൻ്റെ വാല്യൂ എത്രയാണ്? എൻ. എന്താണ്? എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. നമ്മുടെ ഈ ആർമേച്ചർ കോയിലിന് എൻ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എ എന്ന് പറഞ്ഞാൽ കോയിലിൻ്റെ ഏരിയയാണ്. അതുപോലെ കോസ് ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ സ്പീഡാണ്. ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റയാണ്, എത്ര ആംഗിളാണ് കറങ്ങുന്നത്. ഓക്കെ ആണോ? സോ ഫൈൻ്റെ വാല്യൂ എത്രയാണ്? ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബി എ കോസ് ഒമേഗ ടി ആണ്. അപ്പോൾ നമുക്ക് ഈ കാര്യം ഇങ്ങോട്ട് മാറ്റി എഴുതാം. നോക്കൂ മക്കളെ, നമുക്ക് എന്തറിയാം? ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് എൻ ബി എ കോസ് ഒമേഗ ടി. നമുക്കെന്താ കണ്ടുപിടിക്കണ്ടേ? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി അല്ലേടാ? ആണ്. ഇനിയാണെങ്കിൽ ഈ ഫൈക്ക് പകരം എന്ത് ചെയ്യാം? നമുക്ക് ഇത്രയും വാല്യൂ ഇട്ട് കൊടുക്കാം ഫൈക്ക് പകരം. ഇത്രയും പാർട്ട് ഇട്ട് കൊടുക്കാം ഫൈക്ക് പകരം. അപ്പോൾ എങ്ങനെ കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈക്ക് പകരം എന്ത് പറയാം? എൻ ബി എ കോസ് ഒമേഗ ടി ഡിവൈഡ് ബൈ ഡി ടി. നമുക്ക് കോൺസ്റ്റന്റ് വെളിയിൽ കൊണ്ടുവരാം. എൻ ബി എ കോൺസ്റ്റന്റ് ആണ്. മൈനസ് അതുപോലെ ഇട്ടു, മൈനസ് അതുപോലെ ഇട്ടു, എൻ ബി എ പുറത്തെടുത്തു. ബാക്കി ആരുണ്ട് മക്കളെ? നിങ്ങൾ പറയും കോസ് ഒമേഗ ടി ഉണ്ട് സർ. ഡിവൈഡ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ബി എ നമ്മൾ എടുത്തു ഇൻറ്റു. നമുക്ക് കോസിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്തിലാണ്? ടൈമിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ടൈമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എന്തുണ്ട്? ഒമേഗ ടി ഉണ്ട്. സോ ഒരു ഭാഗത്ത് എന്തുണ്ട്? ഒമേഗ ടി ഉണ്ട്. ഇവിടെ എന്തേ ഉള്ളൂ? ടി എ ഉള്ളൂ. സോ ഇവിടെ എക്സ്ട്രാ ആരെ കിടക്കണേ? ഒരു ഒമേഗ എക്സ്ട്രാ കിടക്കുന്നുണ്ടോ? ആ ഒമേഗ കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് മറ്റൊരു കളറിൽ പറയാം, ഈ ഒമേഗ കൊണ്ട് എന്ത് ചെയ്യണം മക്കളെ? ഈ എക്സ്ട്രാ കിടക്കുന്ന ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? ഇൻറ്റു അടുത്ത ആരാണ്? നമുക്ക് കോസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്ക് കിട്ടും മൈനസ് സൈൻ എന്ന് കിട്ടും. മൈനസ് സൈൻ ഒമേഗ ടി. കോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ എന്ന് കിട്ടും. സോ നമുക്ക് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഈ മൈനസും ചേർന്നിട്ട് മാറി പ്ലസ് ആയിട്ട് മാറി. ഈ മൈനസും ചേർന്നിട്ട് മാറി മക്കളെ, പ്ലസ് ആയിട്ട് മാറി. ബാക്കി ആരുണ്ട്? എൻ ബി എ ഒമേഗ. ഇനി ആരുണ്ട്? സൈൻ ഒമേഗ ടി. ഓക്കെ ആണോ? ഞാൻ പറയാണ് ഫോർ മാക്സിമം ഇ എം എഫ്. ഫോർ മാക്സിമം ഇ എം എഫ്. മാക്സിമം ഇ എം എഫിന് നമുക്ക് ഇ നോട്ട് എന്ന് വിളിക്കാം. ഫോർ മാക്സിമം ഇ എം എഫ് സൈൻ്റെ വാല്യൂ എന്നിട്ട് മാറും? സൈൻ ഒമേഗ ടി 1 ആയിട്ട് മാറണം. സൈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? നിങ്ങൾക്കറിയാം 1 ആണ്. സോ മാക്സിമം ഇ എം എഫ് വേണമെങ്കിൽ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഇ എം എഫ് വേണമെങ്കിൽ ഇതിൻ്റെ വാല്യൂ മാക്സിമം ആകണ്ടേ? ഇതിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻ എഴുതി കഴിഞ്ഞാൽ സൈൻ്റെ മാക്സിമം വാല്യൂ എത്ര മക്കളെ? 1 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം മാക്സിമം ഇ എം എഫ് ആണ് E0 എന്ന് പറയുന്നത്. E0 വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? എൻ ബി എ ഒമേഗ എന്ന് കിട്ടും. ഇവിടെ എത്രയാണ്? ഇതിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറി അല്ലേ? ഇതിൻ്റെ വാല്യൂ 1 ആയിട്ട് മാറി. സോ മാക്സിമം ഇ എം എഫിൻ്റെ വാല്യൂ എത്രയാണ്? എൻ ബി എ ഒമേഗയാണ്. മക്കളെ ഈ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നോക്ക്, ഇവിടെ എൻ ബി ഒമേഗ എന്താടാ? എൻ ബി ഒമേഗ എന്താണ്? മാക്സിമം വാല്യൂ ആണ്. സോ ഈ ഇക്വേഷനിൽ ഞാൻ ഈ ഇക്വേഷൻ മാറ്റി എഴുതാൻ പോവാണ്. ഇ വിച്ച് ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ, എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. ഈ ഇക്വേഷനിൽ ഇത്രയും ഭാഗം എന്താണ്? ഇത്രയും ഭാഗം എന്താണ്? തൊട്ട് മുകളിൽ ഇരിക്കുന്ന മാക്സിമം ഇ എം എഫ് ആണ്. ഇത് മാക്സിമം ഇ എം എഫ് ആണ്. ശരിയാണോ? സോ നമുക്ക് എന്തിങ്ങനെ പറയാം? വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു E0 ഉണ്ടോ? ഇത്രയും ഭാഗത്തിന് E0 എന്ന് പറയാം, മാക്സിമം എന്ന് പറയാം. പിന്നെ ആരുണ്ട്? സൈൻ ഒമേഗ ടി.
സോ ഇ വിച്ച് ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഇതേ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്ക്, ഇ വിച്ച് ഈസ് ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, വോൾട്ടേജ് വിച്ച് ഈസ് ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. എ സി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ സമയം മാറുന്നതനുസരിച്ച് വോൾട്ടേജിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് മാറുന്നത്? സൈൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? സൈൻ്റെ ഗ്രാഫ് വരയ്ക്കും. ഇതാണ് സൈൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. സൈൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. സോ ഇത് 1 ആകുമ്പോൾ സൈൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. ഇത് 1 ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? V0 × 1 എന്ന് വരും. സോ മാക്സിമം വാല്യൂ എത്രയാണ്? V0 × 1 എത്രയാണ്? V0. മിനിമം വാല്യൂ -1 ആണ്. സോ ഇത് -V0 ആയിട്ട് മാറും. ശരിയാണോ? സൈൻ്റെ മാക്സിമം വാല്യൂ എത്ര? നമുക്ക് മാക്സിമം വാല്യൂ എത്രയാണ്? V which is equal to V0 × 1 എന്ന് പറയും. സോ വിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? V0 ആയിട്ട് മാറും. സോ മാക്സിമം വാല്യൂ V0യും മിനിമം വാല്യൂ ഇവിടെ -1 എടുക്കുമ്പോൾ -V0 എന്ന് പറയും. സോ മിനിമം വാല്യൂ എത്ര കിട്ടും? -V0 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടം തൊട്ട് 0 ആണെങ്കിൽ ഇതൊരു ഫുൾ സൈക്കിൾ അല്ലേടാ? ഇതൊരു ഫുൾ സൈക്കിൾ അല്ലേ? ഈ ഫുൾ സൈക്കിളിന് ആവശ്യമായ സമയത്തിനെ വിളിക്കുന്ന പേരാണ് ടൈം പീരീഡ്. ഇത് വിളിക്കും ടൈം പീരീഡ്. സോ ഒരു ഫുൾ സൈക്കിളിന് ആവശ്യമായ സമയമാണ് ടൈം പീരീഡ്. അതിന് നേരെ പകുതി എത്ര മക്കളെ? ടൈം പീരീഡിൻ്റെ പകുതിയാണ്. അതിൻ്റെ പകുതി എത്രയാണ്? T/2ൻ്റെ പകുതി എത്രയാണ്? T/4 ആണ്. അപ്പോൾ ഇത് കാല്, ഇത് അര, അപ്പോൾ ഇത് മുക്കാല്. ഇത് എത്രയാണ്? 3T/4 ആണ്. ഇത് 1. സോ കാല്, അര, മുക്കാല്, 1. ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സംഭവമാണെങ്കിൽ നമുക്ക് ആംഗിളിലും പറയാം. ആംഗിൾ എങ്ങനെ പറയാം? വോൾട്ടേജ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സോ ഇവിടെ ഞാൻ ആംഗിൾ പറയാൻ പോവാണ്. വ്യത്യസ്ത ആംഗിളുള്ള കാര്യം പറയാൻ പോവാണ്. ഇക്വേഷൻ എന്താണ്? V which is equal to V0 സൈൻ ഒമേഗ ടി. മക്കൾ ഈ ഒമേഗ ടി എന്താടാ? തീറ്റയാണ്. സോ ഇക്വേഷൻ എങ്ങനെ പറയും? V which is equal to, ഇങ്ങനെയും പറഞ്ഞുകൂടെ? V which is equal to V0 സൈൻ ഒമേഗ ടിക്ക് പകരം തീറ്റ എന്ന് പറയാം. സോ തീറ്റ മാറുന്നതനുസരിച്ച് ആര് മാറും? നമ്മുടെ V മാറും. അങ്ങനെയും പറഞ്ഞുകൂടെ? അപ്പോൾ തീറ്റ വെച്ചും പറയാം. എങ്ങനെ വരയ്ക്കുന്നത്? എങ്ങനെയാണ്? ഞാൻ ആരുടെ ഗ്രാഫ് വരയ്ക്കണ്ടേ? സൈൻ്റെ ഗ്രാഫാണ് വരയ്ക്കേണ്ടത്. സോ സൈൻ്റെ ഗ്രാഫ് വരച്ചു. ഇത് മാക്സിമം വോൾട്ടേജ് ആണ്, V0 ആണ്. ഇത് മിനിമം വോൾട്ടേജ് ആണ്, -V0 ആണ്. ഇനി 0 ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π ആണ്. 2πൻ്റെ പകുതി എത്രയാണ്? π ആണ്. അതിൻ്റെ പകുതി എത്രയാണ്? π/2 ആണ്. സോ π/2, π എത്രയാണത്? 3π/2, 2π. സോ ഇത് അര, 1, 1/2, 2. ഇങ്ങനെയും പറഞ്ഞൂടെ മക്കളെ? ഇങ്ങനെയും ഗ്രാഫ് വരയ്ക്കാം. സോ നിങ്ങൾക്ക് ഒന്നുകിൽ തീറ്റ വെച്ചും ഗ്രാഫ് വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ടൈം പീരീഡ് കൊണ്ടും അല്ലെങ്കിൽ ടൈം കൊണ്ടും ഗ്രാഫ് വരയ്ക്കാം. ഇങ്ങനെയാണ് AC വോൾട്ടേജിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ എന്നും ഈ ഓൾട്ടർനേറ്റർ കൊണ്ട് എങ്ങനെയാണ് AC വോൾട്ടേജ് ജനറേറ്റ് ആവുന്നതെന്നും മനസ്സിലായി കാണും. ഓക്കെ ആണോ? സോ ഇക്വേഷനൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ ഇത്രയും പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് ഈ ചാപ്റ്ററിൽ ഇതുവരെ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ആപ്പിൽ ഇട്ടിട്ടുണ്ട്. സോ വേണ്ടുന്ന ആൾക്കാരാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്ത് നോക്കുക. ആപ്പിളിലാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ സെക്ഷനിലും ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഓരോ സെക്ഷനിൽ നിന്നാണെങ്കിൽ ധാരാളം ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ ആക്ച്വലി ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നൊക്കെ വളരെ വിശദമായിട്ട് ആപ്പിൽ ഉണ്ട്. സോ വേണ്ടുന്ന ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ മക്കളെ, സോ ഇതോടുകൂടിയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പൂർണ്ണമാവുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.